ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വൈകുന്നേരം നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ മാത്രം മതി, അല്ലാതെ നമ്മൾ തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കരുത്. വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ നെയ്യൊക്കെ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമ്മൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കുക കേട്ടോ. എന്നാലേ ഈ ഒരു പലഹാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. 2 മിനിറ്റ് നേരം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ 2 മിനിറ്റോളായിട്ടോ പഴം ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പോളം തന്നെ ഞാൻ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങേൻ്റെ അളവ് കുറച്ച് കൂടിയാലും ഒരിക്കലും കുറഞ്ഞു പോകരുത് കേട്ടോ. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങ ഒരു ഡ്രൈ ആയ പോലെ ആയിരിക്കും. തേങ്ങ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ പഴത്തിൻ്റെ ഒരു പീസുകൾ ഇതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. നല്ലപോലെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിൽ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു സമയത്ത് കാഷ്യൂനട്ടും ബദാമൊക്കെ ക്രഷ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പലഹാരം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയിലിടയിൽ കടിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ തേങ്ങയും പഴമൊക്കെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 1/2 കപ്പോളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അവിലും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മിക്സിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഏത് അവിൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മട്ട അവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെറും 1/2 കപ്പ് മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അവിലും തേങ്ങയും പഴമൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് അവിലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്നൊരു 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഈ ശർക്കരപ്പാനി ഒന്ന് വറ്റി വരുന്നവരെ നമുക്കിനി ഇളക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വറ്റി കിട്ടും, അതായത് അവിലൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് വരുമ്പോൾ ശർക്കരപ്പാനി വേഗം വറ്റി കിട്ടും. അപ്പോൾ അത് ഏകദേശം നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ ശർക്കരപ്പാനിയൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിലായി കിട്ടിയാൽ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ നമുക്കൊന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതിന് പുറമെ ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നല്ലപോലെ സോഫ്റ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവും. അപ്പോൾ റവയും കൂടി ചേർക്കുമ്പോൾ അതുണ്ടാവില്ല കേട്ടോ. നല്ലപോലെ മിക്സാക്കി എടുക്കണം റവയും ഗോതമ്പ് പൊടിയൊക്കെ.
അപ്പോൾ അത് റവയും ഗോതമ്പ് പൊടിയൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനിയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ ചെറിയ ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടൊന്നുമില്ല, കുറച്ച് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമ്മളാകെ 1.5 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് ശർക്കരപ്പാനി പഴുത്തൊക്കെ ഒഴിച്ചു കൊടുത്തു. ബാക്കി 1 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഈ ഒരു ബാറ്ററിന് തികയില്ല, അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവൊക്കെ നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും. പൊടിക്കെന്ന് വെച്ചാൽ നമ്മളിതിൽ ചേർത്തിട്ടുള്ള റവ ഉണ്ടല്ലോ, ആ റവ വലിയ തരികളോട് കൂടിയുള്ള റവയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്തിട്ട് നമ്മളിത് പാകാക്കി എടുക്കുമ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് പാകാക്കി എടുക്കുക കേട്ടോ. കൂടുതലായിട്ട് വെള്ളം പെട്ടെന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റർ ലൂസായി പോവും. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടേണ്ടത്. ഇതുപോലെ ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ മിക്സ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഉണ്ട് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം തിക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല ലൂസും അല്ല, എന്നാൽ നല്ല തിക്കും അല്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. ബാറ്ററി തയ്യാറാക്കിയതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടും ഈ മിക്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു മിക്സ് നമ്മളിതിൽ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് തിക്കായ പോലെ തോന്നും. അപ്പോൾ അത് വെച്ചിട്ട് ഇതിലേക്ക് നമ്മളിനി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എല്ലാം നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചുകൊണ്ടാണ് കേട്ടോ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. വെറും ഏലക്ക മാത്രം പൊടിച്ചിരിക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഏലക്കപ്പൊടി, ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വരണമെങ്കിൽ ഏകദേശം 1 മിനിറ്റോളം നമ്മളിതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. കാരണം കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ നേരം ഇതുപോലെ മിക്സാക്കി എടുക്കണം. എന്നാലേ ഉള്ളൂ. ബേക്കിംഗ് സോഡയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരത്തിലൊക്കെ നമ്മൾ നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ പലഹാരത്തിനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേക്ക് ടിന്നിലാണ്. അപ്പോൾ ഇതുപോലെ കേക്ക് ടിന്ന് ഇല്ലെങ്കിൽ നമ്മൾ വട്ടയപ്പൊക്കെ തയ്യാറാക്കുന്ന സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം ആയതുകൊണ്ടാണ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ 2 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുണ്ടാവും. അപ്പോൾ അതാ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ വശവും ഒരുപോലെ ആയി കിട്ടും. ഇനി നമ്മൾ നല്ലപോലെ തിളച്ചിട്ട് ആവി വരുമ്പോൾ വേണ്ടോ ഇത് വെച്ച് കൊടുക്കാൻ. അപ്പോൾ നേരത്തെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 30 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് കറക്റ്റ് 30 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് കുക്കായിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ കുത്തി നോക്കുക, അതുപോലെ തന്നെ സൈഡ് വശത്തും ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇത്.
അപ്പോൾ അതാ നമ്മുടെ പലഹാരം നല്ലപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്തതിൻ്റെ ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സൈഡൊന്ന് വിടിയിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ അതാ സൈഡ് വശമൊക്കെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമുക്കിത് പെട്ടെന്ന് വിട്ട് കിട്ടും. നമ്മുടെ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത്യാവശ്യം വലിയൊരു പാത്രത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്ന് തയ്യാറാക്കാനേ ഉള്ളൂ കേട്ടോ. ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് 2 എണ്ണം തയ്യാറാക്കാനുള്ളതുണ്ടാവും. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത്. ഒരു പലഹാരം തയ്യാറാക്കാൻ എടുത്തിട്ടുള്ള ചേരുവകളൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ചേർത്തിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. പിന്നെ അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുത്തുകൊണ്ട് ഒന്നും കൂടെ ഹെൽത്തിയാണ്. തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.